മാത്രം മതി. ദൈവസ്ഥലം പറയാമോ? നീ മാത്രം മതി. 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 യഹോവ എലോഹിം, യഹോവ എലോഹിം, സൃഷ്ടാവാം ദൈവം, സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താൽ ഉളവായല്ലോ, നിൻ വചനത്താൽ ഉളവായല്ലോ. യഹോവ എലോഹിം, യഹോവ എലോഹിം, അത്യുന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെപ്പോലെ മറ്റാരുമില്ല, നിന്നെപ്പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം, യഹോവ ശാലോം, എൻ സമാധാനം, എൻ സമാധാനം, നൽകി ശാന്തി, നൽകി ശാന്തി എന്നിൽ. നീ മാത്രം, നീ മാത്രം മതി. നീ മാത്രം മതി. നീ മാത്രം മതി. ഞാനിത് ഈ വാക്യം പലതവണ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് ഈ വാക്യം എന്നോട് വളരെ ശക്തമായി ഇടപെട്ടത്. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് അരുളി ചെയ്ത വാക്യമാണ് ഇത്. ആദ്യം തന്നെ കർത്താവ് പറഞ്ഞത് യാക്കോബിന്റെ അടുക്കലാണ് ദൈവം പറഞ്ഞത്. നമുക്കറിയാം, യാക്കോബ് നിങ്ങൾ ബൈബിൾ സ്റ്റഡിയൊക്കെ പഠിച്ചതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരണത്തോട്ട് കടന്നു പോകുന്നില്ല. നമുക്കറിയാം യാക്കോബ് ആരായിരുന്നു? ഒരു കൂടാരവാസിയായിരുന്നു, അല്ലെ? കൂടാരത്തെ വിട്ട് പുറത്തോട്ട് എവിടെയും പോകാത്ത വ്യക്തിയാണ് യാക്കോബ്. പക്ഷേ യാക്കോബ് എന്ത് ചെയ്തു? ജ്യേഷ്ഠന്റെ അനുഗ്രഹങ്ങളൊക്കെ മേടിച്ച് അവസാനം തൻ്റെ കൂടാരം വിട്ട് വീട്ടെ വിട്ട് കടന്നു പോകാൻ വേണ്ടിയ ഒരു സാഹചര്യം ആർക്കുണ്ടായി? യാക്കോബിനുണ്ടായി. അങ്ങനെ യാക്കോബ് എന്ത് ചെയ്ത് അപ്പൻ്റെ അടുക്കലത് അനുഗ്രഹങ്ങളൊക്കെ മേടിച്ച് അപ്പൻ പറഞ്ഞ്, നീ എന്ത് ചെയ്യണോ? ഇനി ഇവിടെ നിന്നാ നിന്റെ ചേട്ടൻ എന്ത് ചെയ്യണം? നിന്നെ കൊല്ലും. അതുകൊണ്ട് നിന്റെ അമ്മയുടെ സഹോദരന്റെ വീട്ടിലേക്ക് കടന്നു പോകാൻ അവിടെ നീ എന്ത് ചെയ്യണോ? ഒരു പെണ്ണ് എടുക്കണമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ അനുഗ്രഹിച്ച് ഇദ്ദേഹം വിട്ട്. ഇദ്ദേഹം എന്ത് ചെയ്ത്? യാത്ര ചെയ്ത്. ഇപ്പോൾ ഒറ്റയ്ക്ക് എവിടെയാണ് യാത്ര ചെയ്യുന്നത്? തൻ്റെ അമ്മയുടെ സഹോദരന്റെ വീട്ടിൽ, അല്ലെങ്കിൽ മാമന്റെ വീട്ടിൽ നോക്കി യാത്ര ചെയ്ത് ഇദ്ദേഹം കടന്നു പോകുമ്പോൾ വചനം ഒരു വൈകിട്ട് സന്ധ്യയായി. അത് ഈ യാത്ര മുൻപോട്ട് പോകുവാൻ പറ്റത്തില്ല. ഇദ്ദേഹം എന്ത് ചെയ്ത്? ഒരു കല്ല് എടുത്ത് വെച്ച് തലയണയായി വെച്ച് ഉറങ്ങുവാൻ തുടങ്ങി. നമുക്ക് വായിക്കാം. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്ത്? ഒരു കല്ല് വെച്ചിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുവാൻ ഇടയായി. ആ സ്വപ്നം എങ്ങനെയായിരുന്നു? താൻ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു കോപേണി മുഖാന്തരം സ്വർഗത്തോട്ട് ഉണ്ടായിരുന്നു. അത് ദൂതന്മാർ കയറുകയും നമ്മെ ഇറങ്ങുമായിരുന്നു. അപ്പോൾ ആ സ്വർഗത്തിന്റെ ആ ഏണിന്റെ അടുക്കൽ വന്ന് ദൈവം അവനോട് സംസാരിക്കുവാൻ ഇടയായി. ഇതാണ് സ്വപ്നം, അല്ലെ? കർത്താവ് എന്ത് ചെയ്ത്? അതിന് മീതെ യഹോവ നിന്നെ അരുളി ചെയ്ത്, ഞാൻ നിന്റെ പിതാവാകിയ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവമായ യഹോവ ആകുന്നു. നീ കിടക്കുന്ന ഭൂമി ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. ഇത് ആൾ തന്നെ ദൈവം പറഞ്ഞത് അബ്രഹാമോട് പറഞ്ഞ കാര്യം ഇസഹാക്കിനോട് നിവർത്തിക്കാതെ ഇപ്പോൾ യാക്കോബിന്റെ ഇതിൽ കൈമാറി വന്ന് അവസാനം കർത്താവ് പറഞ്ഞ്, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ ഈ ദേശത്തെ തരും എന്ന് പറഞ്ഞത് മാത്രമല്ല, വചനം 14 വാക്യം, നിന്റെ സന്തതി ഭൂമിയിലെ പൊടിപ്പോളെ ആകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പറക്കും. നീ മുഖാന്തരമും നിന്റെ സന്തതി മുഖാന്തരമും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത്രയും പറഞ്ഞിട്ടാണ് കർത്താവ് പറഞ്ഞ വാക്യത്തിൽ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി കൊടുക്കും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് നിവർത്തിക്കാതെ ആ വചനം ഒരിക്കലും കർത്താവിന്റെ അടുക്ക് മടങ്ങി പോകത്തില്ല. കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. എപ്പോഴാണ് കർത്താവ് പറഞ്ഞത്? അവൻ തന്റെ ഭവനത്തെ വിട്ട്, തന്റെ പിതാവിയും അമ്മയും വിട്ട് താൻ ഒറ്റയ്ക്ക് കടന്നു പോകുമ്പോൾ ചിലപ്പോൾ അനർത്ഥങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ മോഷണം, കള്ളന്മാർ മുഖാന്തരമുള്ള പ്രതികൂലങ്ങൾ വരും. പക്ഷേ ഇത് ചെയ്ത് അവൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ. ഞാൻ പറയട്ടെ, നമ്മൾ വിചാരിക്കാം നമ്മളുടെ കൂടെ എല്ലാവരും കാണുമെന്ന് നിങ്ങൾ വിചാരിക്കണം. പക്ഷേ ചില സമയങ്ങൾ, പ്രതികൂല സമയത്ത് ദൈവം അനുവദിക്കത്തില്ല. പ്രതികൂല സമയത്തൊക്കെ നമ്മൾ വിചാരിക്കും ഇവർ എന്നെ കൂടെ കാണുമെന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ പറയട്ടെ, ദൈവം അവർക്ക് അനുവാദം കൊടുക്കത്തില്ല, നിങ്ങളുടെ കൂടെ കാണത്തില്ല. പക്ഷെ ഏത് സമയത്തും നമ്മുടെ കൂടെ കാണുന്ന ഒരു ദൈവമുണ്ട്. അത് ദൈവം തന്നെയാണ്. ദൈവമല്ലാതെ നമ്മളെ ആശ്വസിപ്പാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല. കർത്താവ് പറഞ്ഞു, അവൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത്, നീ എവിടേക്കോ നീ സഞ്ചരിക്കാൻ പോകണോ അവിടെയൊക്കെ നിന്റെ കൂടെ ഞാനുണ്ട്. ഞാൻ എന്ത് ചെയ്യും? നിന്നെ മടക്കി ഈ രാജ്യത്തിൽ കൊണ്ടുവരും. മാത്രമല്ല കർത്താവ് എന്ന് പറയും, നിന്റെ മുഖാന്തരം അല്ലേ, ഞാൻ നിന്നെ കൈവിടാതെ, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. ഞാൻ നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ നിന്റെ ജീവിതത്തിൽ നിവർത്തിക്കും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നമുക്ക് സകലതും ലഭിക്കും. ചിലപ്പോൾ നമ്മുടെ മുൻപിൽ കാണത്തില്ല ഇത് എങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ ഈ പ്രതികൂലം എങ്ങനെ മാറും, അല്ലെങ്കിൽ ഇത്ര വലിയ പ്രശ്നം, മഴ പോലുള്ള പ്രശ്നം എങ്ങനെ മാറുമെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ നമ്മളെ നിർമ്മിച്ച ദൈവത്തിന് കഴിയും അല്ലേ? നമ്മളുടെ തുടക്കവും അറിയാം, അവസാനവും ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം വരും, പ്രയാസങ്ങൾ വരും. ஆனால் நீங்கள் தளர்ந்து போகிறது. பகரம் நம்மளுடைய കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട, കഴിഞ്ഞ 2 ആഴ്ച മുൻ കേട്ടപ്പോൾ നമ്മുടെ ഹൃദയത്തെ അല്ലെങ്കിൽ നാം ദൈവസന്നിധിയിൽ പകരുമ്പോൾ അവിടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്ത്? കർത്താവ് പറഞ്ഞപ്പോൾ യാക്കോബ് എന്താണ് പറഞ്ഞത്? യാക്കോബ് ഉറക്കം ഉണർന്ന് വചനം മതി, യഹോവ ഈ സ്ഥലത്തിലുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും യാക്കോബിന്റെ അവസ്ഥയാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ അറിയാൻ കഴിയുന്നില്ല. പക്ഷെ പ്രതികൂല സമയത്തും ദൈവം നമ്മളെ കൈവിടത്തില്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എന്നാൽ അത് നാം തിരിച്ച് അറിയുന്നില്ല. യാക്കോബ് പറഞ്ഞു, കർത്താവിടെ ഉണ്ട്, സത്യം, ഞാനത് അറിഞ്ഞില്ലല്ലോ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന പകരം ആരുടെ മുഖം അന്വേഷിക്കുന്നത്? ദൈവം നമ്മൾ വിടുവിക്കാൻ നമ്മൾ അടുത്തുണ്ട്. നമ്മുടെ മുഖം എവിടെയാണ്? എന്നെ ഇന്ന വ്യക്തി സഹായിക്കും. നമ്മൾ എപ്പോഴും മനുഷ്യരാണ് നമ്മുടെ നോട്ടം കടന്നു പോകുന്നത്. പക്ഷെ കാണാത്ത ഒരു അദൃശ്യ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിട്ടോ നമുക്കത് അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നാം ഈ നാളുകളിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, വാക്കുറച്ചവൻ വിശ്വസിച്ചെങ്കിൽ, എന്റെ കൈവിടത്തിന് എത്ര പ്രതികൂലം വന്നാലും അവൻ നമ്മളുടെ കൂടെ കാണുമെന്ന് വിശ്വാസത്തോടെ നാം മുൻപോട്ട് പോകുമെങ്കിൽ ഞാൻ പറയട്ടെ, അവിടെയാണ് ദൈവം നമ്മളെ വിശ്വാസത്തോടെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. യാക്കോബ് എന്താണ് പറഞ്ഞത്? അവൻ ആദ്യം ഭയപ്പെട്ട് പേടിച്ചു പോയി. അവൻ എന്തിനാണ് പേടിച്ചത്? ദൈവത്തെ അല്ലെ, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല ആ സ്ഥലം അല്ലെ. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ദൈവം എവിടെയാണ് ജീവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ. ഓക്കെ, പക്ഷെ നമ്മൾ ദൈവത്തെ പേടിക്കുന്നുണ്ടോ? നമുക്ക് ദൈവത്തെ പേടിയില്ല. ഞാൻ ദൈവത്തിന്റെ ആലയമാണെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും? ദൈവം എന്നിൽ വസിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്നിൽ വസിക്കണമെങ്കിൽ ഇത് ചെയ്യണം. കർത്താവ് എന്നിൽ വസിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിന്റെ ആലയമാണെങ്കിൽ നാം എങ്ങനെ ജീവിക്കണം? നമുക്ക് ബോധ്യം എന്താണ്? ദൈവം എന്നിൽ വസിക്കുന്നുണ്ട് ഒരു ബോധ്യം നമുക്ക് ഇല്ല. കള്ളം പറയുന്നില്ല, സത്യം തന്നെ പറയുന്നുണ്ട്. ദൈവം എന്നിൽ വസിക്കുന്ന ഒരു ബോധ്യം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കാറില്ല. ആണോ? നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് സഭ കൂടി വരുമ്പോൾ, ആരെങ്കിലും വചനം പറയുമ്പോൾ മാത്രമേ നമ്മൾ ദൈവത്തിന്റെ ആലയമാണെന്ന് നമ്മൾ ഓർക്കുന്നത്.
നമ്മൾ ദൈവത്തിന്റെ ആളെങ്കിൽ നാം എങ്ങനെ ജീവിക്കണം? നിങ്ങൾ പറ. ഈ ദൈവം സ്നേഹവാനെന്ന് പറയുമ്പോൾ അത് അവിടെ തന്നെ എല്ലാം വന്നു. അപ്പോൾ ദൈവ സ്നേഹവാനെങ്കിൽ നമ്മളും എങ്ങനെ ആയിരിക്കണം? സ്നേഹവാനായിരിക്കണം. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവം എന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ, ആ ദൈവത്തിന്റെ ആ ക്യാരക്ടർ അല്ലെങ്കിൽ ആ സ്വഭാവം എന്ന് പറയുമ്പോൾ അവൻ സ്നേഹവാനാണ്. നമുക്ക് ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നുണ്ടോ? ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, ശരിയാണ്. ദൈവം നമ്മുടെ ഇതിൽ വസിക്കുന്നുണ്ട്, നാം ദൈവത്തിന്റെ ആലയമാണ്, ശരിയാണ്. ആ ദൈവം നമ്മളിൽ വസിക്കേണ്ട ഉറപ്പ് നമുക്കുണ്ടോ? നമ്മൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ മറ്റൊരു സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറയട്ടെ, നമുക്ക് സ്നേഹമില്ലെങ്കിൽ അവിടെ തന്നെ അവസാനിച്ച് ദൈവം നമ്മുടെ കൂടെ ഇല്ല. എനിക്കിപ്പോൾ വ്യക്തിയെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? ദൈവം എന്നിൽ ഇല്ല, ദൈവം പോയി. ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് സ്നേഹിക്കാൻ കഴിയും. എന്നാൽ ദൈവം സ്നേഹമാണ്. അവർ എത്ര തെറ്റ് ചെയ്താലും അവർ ഞാൻ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ആരാണ്? ദൈവം എന്നിൽ കാണത്തില്ല. നമ്മുടെ കർത്താവ് സ്നേഹവാൻ എന്ന് പറയുമ്പോൾ ആ സ്നേഹം എന്നിൽ വെളിപ്പെട്ടില്ലെങ്കിൽ ദൈവം എന്നിൽ കാണും. നമ്മൾ ഫലത്തെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഈ ആദ്യത്തെ ഫലം എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്. 9 ഫലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ആദ്യത്തെ ഫലം സ്നേഹം തന്നെയാണ്. സ്നേഹമില്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല. നമുക്കുണ്ടോ? അപ്പൊ ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ? പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു പരിശുദ്ധാത്മ ഒരു വ്യക്തിയുടെ മേൽ വരും, അതൊരു അടയാളമാണ്. പക്ഷെ പരിശുദ്ധാത്മ എടുക്കപ്പെടുന്നത് ആ വ്യക്തിക്ക് അറിയത്തില്ല. അവൻ ഒരു തെറ്റ് ചെയ്താലോ ഒരു പാപം ചെയ്താലോ പരിശുദ്ധാത്മ അവനിൽ നിന്ന് മാറ്റപ്പെടുന്നത് അറിയത്തില്ല. അതുപോലെ തന്നെ ഇപ്പോഴും ദൈവം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മ നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ, ആ ദൈവം ആ വചനം പറഞ്ഞപ്പോൾ അനുസരിക്കണമെങ്കിൽ, കർത്താവ് സ്നേഹവാൻ, ആ സ്നേഹം എന്നിൽ ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മുടെ അകത്ത് കാണത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം വരും, പ്രയാസം വരും, ഭയം വരും. നാം മനുഷ്യരിൽ ആശ്രയിക്കാൻ തുടങ്ങും. നാം ദൈവത്തെ വിട്ട് പതുക്കെ പതുക്കെ നാം ഇങ്ങനെ പുറകോട്ട് പോകുവാൻ കഴിയും. പക്ഷെ ദൈവ സ്നേഹവാനായതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? നാം ഇപ്പോൾ ആയിരിക്കുന്ന കൃപായുഗത്തിൽ ആയതുകൊണ്ട് കർത്താവ് നമ്മളെ പിന്നെയും മടക്കി കൊണ്ടുവരണം. പക്ഷേ കൃപാ ലോകം മാറുമെങ്കിൽ അവിടെ ഇതിനു ശേഷം നമുക്ക് കാണാൻ പോകുന്നത് ന്യായവിധിയുടെ ദിവസങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നാം ഇപ്പോൾ ആയിരിക്കുന്ന കൃപായുഗത്തിൽ ശരിക്കും നമ്മൾ ദൈവത്തെ നാം മുറുകെ പിടിച്ചില്ലെങ്കിൽ നമുക്ക് നിത്യത നഷ്ടമാകും. ഉറപ്പാണ്. പ്രസംഗിക്കുന്ന ഞാനാകട്ടെ, കേൾക്കുന്ന നിങ്ങളാകട്ടെ, നാം വചനത്തെ നമ്മുടെ ജീവിതത്തിൽ അനുസരിച്ചില്ലെങ്കിൽ, എനിക്ക് ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ, ഒരു വ്യക്തിയെ എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ നിത്യത നഷ്ടപ്പെടും. അത് ഞാനാകട്ടെ, അത് നിങ്ങളാകട്ടെ. ഞാൻ ഇത്രയും വചനം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ അനുസരണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? നിത്യത നഷ്ടമാകും. നാം ദൈവത്തെ അറിഞ്ഞിട്ട് നമ്മൾ നിത്യത നഷ്ടപ്പെട്ടാൽ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ദൈവത്തെ അറിഞ്ഞിട്ട് എന്തൊരു കാര്യം? ദൈവം ആദരിക്കുന്ന ഒരു ജീവിതം ഈ ഭൂമിയിൽ എന്നെ കൊണ്ട് നയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് പ്രയോജനം? ഒരു പ്രയോജനമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമുക്ക് നൽകപ്പെട്ടത് നാം ഈ ഭൂമിയിൽ കർത്താവിന്റെ വചനങ്ങൾ അനുസരിക്കണമെന്നാണ്. നമുക്ക് ഒരു വ്യക്തിയെടുത്ത് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ തന്നെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നു. എന്നാൽ കർത്താവ് സ്നേഹവാനാണ്. നമ്മുടെ പാപികൾ ഇരിക്കൽ തന്നെ അവൻ നമ്മളെ സ്നേഹിച്ചു. നമ്മൾ എത്ര തെറ്റുകൾ ചെയ്ത്, എത്ര പാപം ചെയ്ത് ദൈവം അത് ക്ഷമിച്ചു. ദൈവം നമ്മളെ നിർത്തി. അങ്ങനെയെങ്കിൽ നാം എത്രത്തോളം ആ ദൈവത്തിന് വേണ്ടി നന്ദിയോടെ ജീവിക്കാൻ കഴിയും. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടില്ലെങ്കിൽ നാം ഈ ഭൂമിയിൽ ഞാൻ പറയട്ടെ ജീവിക്കുന്നത് വേസ്റ്റാണ്. എനിക്ക് ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം ദൈവത്തെ അറിഞ്ഞിട്ട് കാര്യമില്ല. ഉറപ്പായിട്ട് പറയാൻ നമ്മുടെ നിത്യത നഷ്ടപ്പെടും. ഞാൻ ഇത്രയും പറഞ്ഞത്, യാക്കോബിന് കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നോട് കൂടെ വരും. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവന്റെ പ്രമാണങ്ങൾ, കൽപ്പനകൾ, കർത്താവ് സ്നേഹവാനാണ്. ആ സ്നേഹം എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെടണം. ചിലപ്പോൾ നിങ്ങൾ പള്ളി പറയാൻ കാണും, ചിലപ്പോൾ നിങ്ങൾ ദുഷിക്കുന്ന നിന്ദികൾ കാണും. പക്ഷെ നിങ്ങൾക്ക് അവിടെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നാം ഈ ഇത്തിരി വർഷങ്ങളായിട്ട് നാം ദൈവസ്ഥലം നിൽക്കുന്നത് പ്രയോജനമില്ല. അതുകൊണ്ട് നാം ഒവ്വൊരു നാളും, അതാ പറഞ്ഞത്, ഒവ്വൊരു നാളും ഒവ്വൊരു സെക്കൻഡും നാം ഒരുക്കത്തോടെ ആയിരിക്കണം.
കർത്താവ് ഏത് സമയത്തും വരുവാൻ സമയമായി. ലോകത്തിൽ കണ്ട സംഭവങ്ങൾ കാണുമ്പോൾ ദൈവത്തിന്റെ വരവ് ഏറ്റവും അടുത്തിട്ടുണ്ട്. നാം ജീവിക്കുന്നത് അന്ത്യകാലഘട്ടത്തിന്റെ ചില മണിക്കൂർ നാം ജീവിക്കുന്നത്. 2000 വർഷത്തിന് മുൻപ് അപ്പോസ്തലന്മാർ പറഞ്ഞു, മാറനാഥ യേശു വരാൻ പോണ്. സകല വിശ്വാസികളോട് ആശ്വാസപ്പെടുത്തി ബലപ്പെടുത്തിയത്, മാറനാഥ യേശു ക്രിസ്തു വരാൻ പോണ്, നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ച്. പക്ഷെ ഇന്ന് നമുക്ക് എന്താണ്? ഇപ്പോഴും നമുക്ക് പ്രതികൂലം, പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ പറയട്ടെ, പ്രതികൂലം വരും, പ്രയാസങ്ങൾ വരും, അത് നിങ്ങൾ മാറ്റിവെക്കുക. കർത്താവ് ഈ ഭൂമി എന്നെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, ആ ജീവിതം ഞാൻ നയിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അവിടെയാണ് ദൈവത്തിന്റെ ആത്മാ നിങ്ങളെ സഹായിക്കുന്നത്. നാം ഈ ഭൂമിയിൽ ജീവിക്കാൻ പണം ആവശ്യമാണ്, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ അതെക്കാട്ടിലും പണത്തെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മതിയാവോ? നമുക്കൊരു 1 ലക്ഷം അല്ലെങ്കിൽ 1 കോടി കിട്ടിയാൽ നമുക്ക് മതിയാവോ? നമുക്ക് മതിയാവത്തില്ല. നമുക്ക് എത്ര കിട്ടിയാലോ മതി ആവത്തില്ല. നമുക്ക് 10,000 കിട്ടിയാൽ നമുക്ക് അടുത്തതാണ് നമുക്ക് 20,000 കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിക്കും. നമുക്ക് 20,000 കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു 50,000 കിട്ടിയാൽ കൊള്ളാമെന്നില്ല. ഒരു 50,000 കിട്ടുമ്പോൾ നമുക്ക് വിചാരിക്കും 1 ലക്ഷം കിട്ടിയാൽ മതി. എന്നാൽ നമ്മുടെ ശമ്പളം കിട്ടുമ്പോൾ നമ്മുടെ എന്താണ്, നമ്മുടെ കാര്യങ്ങൾ ഇനിയും ഇത് വാങ്ങണം അത് വാങ്ങണമെന്ന് പല ആശകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അപ്പോൾ എന്താണ്, ഈ ഇതിന് നമുക്കൊരു അളവില്ല. നമ്മൾ എത്ര നമ്മൾ അഡ്വാൻസ് ഉണ്ടാക്കിയാലും ദൈവം അനുഗ്രഹിക്കാതെ ഒരു വ്യക്തിക്കും അത് അനുഭവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ദൈവ സ്നേഹമാണെങ്കിൽ ആ സ്നേഹം എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണം. അതാണ് ദൈവത്തിന്റെ ആദ്യ ഫലം. അത് വെളിപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവം നമ്മുടെ കൂടെ കാണത്തില്ല. നമ്മുടെ കൂടെ അവൻ ജീവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഫലം പുറപ്പെടണം. അവൻ നമ്മുടെ ജീവിതത്തിൽ വസിക്കണമെങ്കിൽ, നാം ദൈവത്തിന്റെ ആലയമാണെങ്കിൽ, ദൈവം എന്നിൽ വസിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആ ഫലം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ക്യാരക്ടർ, സ്വഭാവങ്ങൾ എന്നിൽ വെളിപ്പെടണം. കർത്താവ് എന്താണ് പറഞ്ഞത്? നിന്റെ പിതാക്കന്മാരുടെ ദേശത്തിലേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങി പോക, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ കർത്താവ് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് അവൻ കടന്നുപോയ സ്ഥലത്തിൽ ഏകദേശം 20 വർഷങ്ങൾ കഴിഞ്ഞിട്ട് കർത്താവ് അവർക്ക് പിന്നെയും ഇത് ചെയ്തു. അവനോട് അരുളി ചെയ്തതാണ്, നീ നിന്റെ പിതാക്കന്മാരുടെ ദേശത്ത് മടങ്ങി പോക, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഏകദേശം 1 വർഷമല്ല 2 വർഷമല്ല, അവൻ 20 വർഷങ്ങൾ അവൻ അവിടെ കഷ്ടപ്പെട്ടു. ഇവിടെ യാക്കോബ് പറഞ്ഞാൽ എന്താണ്? ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്ത്. എത്ര വർഷം? 20 വർഷങ്ങൾ ലാബാന്റെ വീട്ടിൽ അവൻ പാർത്ത്. അദ്ദേഹം എന്ത് പറയുന്നുണ്ട്? 14 സംവത്സരം നിന്റെ 2 പുത്രന്മാർക്കായിട്ടും 6 സംവത്സരം നിന്റെ ആട്ടിൻ കൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു. 10 പ്രാവശ്യം നീ എന്റെ പ്രതിഫലം മാറ്റി. ഇപ്പോ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല, എത്ര വട്ടം? 10 പ്രാവശ്യം നീ എന്റെ പ്രതിഫലം മാറ്റി. ആദ്യത്തെ പ്രാവശ്യം പ്രതിഫലം മാറ്റി നമ്മളിവിടെ ഇരിക്കോ? ഓക്കെ, ആദ്യത്തെ പ്രാവശ്യം ക്ഷമിച്ച്, 2ാമത്തെ പ്രാവശ്യം മാറ്റി, നമ്മൾ എന്ത് തോന്നും? ഇത് വിട്ടാൽ മതി, ഇവിടുന്ന് ഓടിയാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല, 10 പ്രാവശ്യം അവന്റെ പ്രതിഫലം അവൻ മാറ്റി. അവന്റെ ജീവിതത്തിൽ അവൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എന്തുമാത്രം അധ്വാനിച്ച് അവന്റെ പ്രതിഫലം കൂടെ മാറ്റി. 20 വർഷം അദ്ദേഹം എന്ത് ചെയ്ത്? താൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ 10 പ്രാവശ്യം പ്രതിഫലം മാറ്റിയിട്ടും അദ്ദേഹത്തെ വിട്ടു പോയില്ല. എന്തുകൊണ്ട് പോയില്ല? തെറ്റല്ല ഞാൻ പറയുന്നത്. നമ്മൾ മാനസികമായി ചിന്തിക്കുമെങ്കിൽ നാം ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യും. പക്ഷേ ഇദ്ദേഹം, ഞാൻ ഇന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ ഇന്ന് വായിച്ചപ്പോൾ എന്നെ ഇതിട്ട് വന്നത്, ഇത്രയും കഷ്ടത്തിലും അദ്ദേഹം എന്തുകൊണ്ട് മാറിയെന്ന് പറഞ്ഞാൽ അവൻ പ്രാപിച്ച ദൈവത്തിന്റെ വചനം. തന്നോട് കർത്താവ് അർപ്പിച്ചത്, ഞാൻ നിന്നോട് കൂടെ ഞാൻ നിന്നെ കരം പിടിച്ച് നിന്നെ കൈവിടാതെ നടത്തും എന്ന് കർത്താവ് അവനോട് പറഞ്ഞ വാക്കുതത്വത്തെ അവൻ മുറുകെ പിടിച്ച് കർത്താവ് അത് നിവർത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ വെയിറ്റ് ചെയ്തു. അതുകൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്ത്? പിന്നെയും അവനോട് സംസാരിക്കുവാൻ തുടങ്ങി. അതാണ് വചനം പറയുന്നതാണ്, അപ്പോൾ യഹോവ യാക്കോബേ, നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങി പോക, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് അരുളി ചെയ്തു. കർത്താവ്
പറയുന്നവരെ അവൻ എന്ത് ചെയ്ത് കഷ്ടത്തിലും പ്രയാസത്തിലും ഉണ്ടെങ്കിലും അവൻ അവിടെ അധ്വാനിച്ച് നിന്നു. എന്തുകൊണ്ട്? ദൈവം ഉണ്ട് എന്റെ കൂടെ. ഇവൻ വേണ്ടി 10 പ്രാവശ്യം എന്റെ അധ്വാനം മാറ്റാം, പക്ഷെ ദൈവം എന്റെ കൂടെ ഉണ്ട്. ദൈവം പറയാതെ ഞാൻ ഇവിടുന്ന് മടങ്ങി പോകത്തില്ല. നിന്നെ ഉറച്ച വിശ്വാസത്തോടെ അവൻ കാത്തിരുന്നു. ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളെടുത്ത് വാഗ്ദത്തങ്ങൾ കർത്താവ് നമുക്ക് അരുളി ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അത് നിവർത്തിക്കാൻ പറഞ്ഞാൽ പലപ്പോഴും നാം ദൈവത്തിന്റെ കൽപ്പന അല്ലെങ്കിൽ വചനത്തെ വിരുദ്ധമായി നാം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുന്നില്ല. അതിനായി നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല. നാം സ്വയം തീരുമാനിച്ച് നമ്മൾ പല കാര്യങ്ങൾ നാം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവ് നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കും വരെ ദൈവം റെഡിയാണ്. പക്ഷെ അത് നിവർത്തിക്കാതെ പോകാനുള്ള കാരണം ആരാണ്? ഞാൻ തന്നെയാണ്. അങ്ങനെ പറയുന്നു. ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ദൈവമായിട്ടുള്ള കണക്ഷൻ നമുക്ക് വേണം. നാം സകലത്തും ദൈവമായിട്ട് ബന്ധപ്പെടുത്തണം. നമ്മളെല്ലാം മനുഷ്യരാണ്, കുറവുള്ളവരാണ്. ஆனால் നമ്മൾ ബലഹീനരെ, നേരത്തെ സ്മിത പറഞ്ഞതുപോലെ ബലമില്ലാത്ത വ്യക്തിയാണ് ദൈവം ഇത് ചെയ്ത് നമ്മളെ ബലപ്പെടുത്തുവാൻ അവൻ ഒരുക്കുന്നുണ്ട്. നമ്മൾ ഈ ശക്തിമേൽ ആൾക്കാരുണ്ട്, പക്ഷെ അവരെയാളും കർത്താവ് വിളിച്ചിട്ടില്ല. ഒന്നിനും തേവയില്ലാതെ, ഒന്നിനും കൊള്ളാത്ത എന്നെയും നിങ്ങളുമാണ് ദൈവം ഇത് ചെയ്ത് സ്നേഹിച്ച് വിളിച്ച് നമ്മളെ നിർത്തിയത്. ആണെങ്കിൽ ആ ദൈവത്തിനെ നാം എന്ത് ചെയ്യണം? ദൈവം നമ്മളെ വിളിച്ച്, നമ്മളെ സ്നേഹിച്ച്, നമ്മളെ കൊണ്ടുവന്ന് മക്കളായി, അവകാശികളായി കർത്താവ് നമ്മളെ മാറ്റി. അങ്ങനെയെങ്കിൽ ആ കർത്താവിന് വേണ്ടി നിങ്ങൾ നാളും എന്ത് ചെയ്യും? ഈ ഭൂമിയിൽ ദൈവത്തിന്റെ രാജ്യം പണിയപ്പെടണമെങ്കിൽ അത് എന്നെ മാത്രമല്ല, നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തർ മുഖാന്തരവും ദൈവത്തിന്റെ രാജ്യം പണിയപ്പെടണം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് കർത്താവിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്കെല്ലാം ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞ നിങ്ങൾ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾ അത് മിസ് ചെയ്യരുത്. ദൈവത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ദൈവം അവിടെ പ്രവർത്തിക്കും. സാക്രിഫൈസ് ഇല്ലാതെ ഒരു ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. ത്യാഗമില്ലാതെ ഒരു ദൈവവിളി ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് അവിടെ പ്രസംഗം ചെയ്യാൻ പോയെങ്കിൽ അവരവർ പാസ്റ്റർമാർ എന്ത് ചെയ്യുന്നത്? കാസ് ഇട്ട് പെട്രോൾ അടിച്ചാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഫുഡിന് അവരവർ ചെലവാക്കുന്നത്. ഞാൻ പറയുന്നത് ത്യാഗം എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് എനിക്ക് വേണമെങ്കിൽ കാശില്ല, പോകാതിരിക്കാം. അതുകൊണ്ട് നഷ്ടപ്പെടുന്ന അവർക്കല്ല, എനിക്കാണ്. ഞാൻ കടന്നു പോകുന്നതിനാണ് കൂടുതൽ ദൈവത്തെക്കുറിച്ച് ഈ റോട്ടിലെന്ത് പ്രസംഗിക്കുന്നത്, എങ്ങനെയാണ് പ്രസംഗിക്കുന്നത് കേൾക്കുവാൻ. നമുക്ക് നാളെ ഇതൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ കിട്ടുന്നുണ്ട്, 2 വാക്കുകൾ പറയാൻ കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അതല്ല, നീ കൂടുതൽ ചെയ്യണം. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ചെലവ് അധികമുണ്ട്, എങ്കിലും ത്യാഗമില്ലാതെ ദൈവങ്ങളെ നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞത്, ദൈവം നമുക്ക് വേണ്ടി അവൻ സകലതും ജീവനെ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നാം ആ ദൈവത്തിന് വേണ്ടി നാം എന്ത് ചെയ്യാം? ദൈവം എന്നോട് കൂടെ ഉണ്ട്, എല്ലാം ശരിയാണ്. നാം ദൈവത്തിന്റെ ആലയമാണ്, ശരിയാണ്. ആ ആലയത്തിൽ ദൈവം വസിക്കുന്നുണ്ടോ? വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം? അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മുടെ ജീവിതത്തിൽ വസിക്കണമെങ്കിൽ ആദ്യത്തെ കൽപ്പന എന്ന് പറയുന്നത് സ്നേഹമാണ്. നമ്മുടെ കർത്താവ് സ്നേഹവാനാണ്. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മ നമ്മളിൽ കാണത്തില്ല. നമ്മൾ പതുക്കെ മനുഷ്യരെ ആശ്രയിക്കുമ്പോൾ ഞാൻ പറയട്ടെ, അത് മുഖാന്തരം പ്രതികൂലവും പ്രയാസങ്ങളും വലുതായി വരും. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ, ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ അവിടെ ദൈവാത്മാ നിങ്ങളെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യും. അവൻ നിങ്ങളെ കരം പിടിച്ച്, അവൻ നിങ്ങളെ നൽകപ്പെട്ട വാക്കുത്തത്തോട് അവൻ എന്ത് ചെയ്യും? കരം പിടിച്ച് നിങ്ങളെ വഴിനടത്തി അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. കർത്താവ് നമുക്ക് ഏൽപ്പിച്ച വചനപ്രകാരം യാക്കോബിൽ കർത്താവ് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വസിക്കുന്നെങ്കിൽ നാം സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ആദ്യ ഫലമായി പുറപ്പെടണം. ആ ഫലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മൾ ദൈവത്തിന്റെ ആലയമല്ല, ദൈവം നമ്മളിൽ അകത്ത് വസിക്കുന്നതും ഇല്ല.
അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധി നമുക്ക് എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം.